അപ്പോൾ ഇന്നത്തെ വീഡിയോ വാട്സപ്പിൽ പുതുതായിട്ട് വന്നൊരു ഫീച്ചർ അപ്ഡേറ്റ് ചെയ്തിട്ടില്ലാത്തവർ അപ്ഡേറ്റ് ചെയ്യുക. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങളുടെ വാട്സപ്പിൽ ഈ ഫീച്ചർ വന്നിട്ടുണ്ടോ എന്ന്. അപ്പോൾ ഫീച്ചർ എന്താണെന്ന് നമുക്ക് നോക്കാം. അത് വാട്സപ്പ് ഓപ്പൺ ആക്കുക. വാട്സപ്പ് ഓപ്പൺ ആക്കുമ്പോൾ നമ്മുടെ ചാറ്റുകളിലുണ്ടാവും. നമുക്ക് ചിലപ്പം ഒരു ദിവസം തന്നെ 1000 1500 ഒക്കെ ചാറ്റ് മെസ്സേജുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട മെസ്സേജുകൾ അല്ലെങ്കിൽ അവരുടെ പ്രൊഫൈലുകൾ ഫസ്റ്റ് ഒരു ഗ്രൂപ്പായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് മേലെ നോക്കുക. ഈ ഫേവറേറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അങ്ങനെയാണെങ്കിൽ ഫേവറേറ്റ്സ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിന് താഴെയായിട്ട് ആഡ് ടു ഫേവറേറ്റ്സ് എന്ന് കാണും. അതിൽ ആഡ് ടു ഫേവറേറ്റ്സ് എന്നുള്ളതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ആരുടെയൊക്കെ നമ്പറാണോ ഫസ്റ്റ് ആ ഫേവറേറ്റ് എന്ന് പറഞ്ഞ ആ ഒരു ഇതിൽ ഗ്രൂപ്പിൽ വേണ്ടതെന്ന് വെച്ചാൽ അവരുടെ എല്ലാം പ്രൊഫൈലിൽ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള ആ ഒരു ടിക്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം അത് ഓക്കെ സേവായി അതിൽ. അപ്പം ആ ഫേവറേറ്റ്സ് എന്ന് പറഞ്ഞ ആ ഗ്രൂപ്പിൽ ആ ഒരു സെക്ഷനിൽ ഒരു 6 പേരുടെ പ്രൊഫൈൽ നമ്മൾ സേവ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അങ്ങനെ ഗ്രൂപ്പ് വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ബേക്ക് അടിച്ച് നോക്കാം. ബേക്ക് അടിച്ച് എന്നിട്ട് ഓപ്പണാക്കി വാട്സപ്പ് ഓപ്പണാക്കി നമ്മൾ സാധാരണ പോലെ നമ്മുടെ ചാറ്റ് പ്രൊഫൈലെല്ലാം ഇതുപോലെ തന്നെ ഉണ്ടാവും. അൺറീഡ് ചെയ്യാത്ത മെസ്സേജുകൾ ഒരുപാടുണ്ടാവും. റീഡ് ചെയ്യാത്ത മെസ്സേജുകളാണ് ഇതിൻ്റെ അകത്ത് മൊത്തമുള്ളത്. പിന്നെ അതുകൂടാതെ ഫേവറേറ്റ്സ് നോക്കിയാൽ നമ്മൾ സെലക്ട് ചെയ്ത ആ ഫേവറേറ്റിലുള്ള പ്രൊഫൈൽ മൊത്തം അതിൻ്റെ അകത്തുണ്ടാവും. അപ്പം ഈ ഓപ്ഷൻ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടില്ലെങ്കിൽ വാട്സപ്പിൻ്റെ പുതിയ വെർഷനിൽ ഇത് വന്നിട്ടുണ്ട്. എല്ലാവരും ഇപ്പോൾ തന്നെ അപ്ഡേറ്റ് ചെയ്ത് നിങ്ങളുടെ ആ ഒരു പുതിയ ഫീച്ചർ അതിൻ്റെ സവിശേഷതകൾ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക.